അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തദ്രീബ് തിലാവ മൂന്നാം ക്ലാസ്സിൻ്റെ തദ്രീബ് തിലാവയിൽ ഒന്നാമത്തെ പാഠാണ് വഹദത്തുൽ ഊല. ഒന്നാമത്തെ പാഠം ഹുറൂഫ് ഷഫത്തൈൻ. അതിൽ നമ്മൾ ചുണ്ടുകളുടെ അക്ഷരങ്ങളാണ് പഠിക്കുന്നത്. എന്താണ് ചുണ്ടുകളുടെ അക്ഷരങ്ങൾ? വാവ്, ഫാ, ബാ, മീം. ഈ 4 അക്ഷരങ്ങളാണ് ചുണ്ടുകളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ. ഓരോന്ന് പറഞ്ഞു നോക്കിയാൽ മനസ്സിലാകും. വാവ് എന്ന് പറയുന്ന സമയത്ത് ചുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതേ രൂപത്തിലാണ് ചുണ്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫാ എന്ന് പറയുന്ന സമയത്ത് ചുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ചുണ്ട് യൂസ് ചെയ്യുന്നത്? മേലെ ചുണ്ടും താഴെ ചുണ്ടും അതുപോലെ തന്നെ മേലത്തെ മുൻപല്ലുമാണ് എന്ത് ചെയ്യണത്, അതിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മീം യൂസ് ചെയ്യുന്ന സമയത്ത് 2 ചുണ്ടുകൾ കൂട്ടി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മീം യൂസ് ചെയ്യുന്നത്. ബാവും അതുപോലെ തന്നെ 2 ചുണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ബാവും ഉച്ചരിക്കുന്നത്. അപ്പോൾ ആ 4 അക്ഷരങ്ങൾ ചുണ്ടുകളിൽ നിന്നാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഹുറൂഫ് ഷഫത്തൈൻ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഷഫത്തൈൻ എന്ന് പറഞ്ഞാൽ 2 ചുണ്ടുകൾ. ഇനി അടുത്ത പേജിൽ നമുക്ക് കാണാം വഹുവ എന്നുള്ള ഈ ഒരു വഹുവയിൽ വാവ് ആണ് ഏത്, ചുണ്ടുകളിൽ നിന്ന് വരുന്ന അക്ഷരം. ഓക്കെ, വാവും 2 വാവും അതാണ്. പക്ഷെ ഓരോ വാക്കിൽ നിന്നും ഒരു അക്ഷരമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ മദ്മൂമിൻ്റെ ഏതാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തത്? ഏതാണ്? മീമാണ്. ഏതാണ്? മീം. ഓക്കെ. വൽ അൽ വഅദു എന്നുള്ളതിൽ വാവാണ് എന്ത്, ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരം, ഷഫത്തൈൻ്റെ അക്ഷരം. അതുപോലെ തന്നെ അമിൻതും ഉണ്ടോ? സൂറത്തുൽ മുൽക്കിൽ നമ്മൾ ഓതുന്ന സമയത്ത് ഈ ഒരു ആയത്തുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫുതൂർ ഫ. ഓക്കെ. ഫി ഒത്തുവ് വാവ്. ഓക്കെ. അതുപോലെ തന്നെ ഈ പാഠത്തിൽ പ്രത്യേകം നമ്മൾ പഠിക്കാനുള്ളതാണ് റബ്ബി സിദ്നി ഇൽമാ എന്നുള്ളത്. ഈ ഒരു ഇതൊരു ഭയങ്കര ദുആയാണ്. അല്ലാഹ് ഈ ഇൽമ എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് ദ്വാരിക്കണ ദുആയാണെന്ത്, റബ്ബേ സിദ്നി എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ, ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണമേ. ഖുർആനിലുള്ള ദുആ ആണ്. എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കോട്ടിങ് കാണാൻ എന്താ, സൂറത്തുൽ മുൽക്ക് നിത്യമായി പാരായണം ചെയ്യുന്നവർക്ക്, നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതി പഠിച്ചല്ലോ. ആ സൂറത്തുൽ മുൽക്ക് ഏത്, തബാറക്ക സൂറത്ത് നമ്മൾ എന്ത് ചെയ്തു, ഓതി പഠിച്ചു അല്ലേ? അതെന്നും ഓതുന്നവർക്ക് ആ സൂറത്തുൽ മുൽക്ക് എന്ത് ചെയ്യും, പരലോകത്ത് ഷഫാഅത്ത് ചെയ്യുകയും, ഷഫാഅത്ത് ചെയ്യാറുണ്ട് എന്താ, നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് സംസാരിക്കും. അതുപോലെ തന്നെ ഖബറിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കൊടുക്കുകയും ചെയ്യും. ഖബറിൽ നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾക്ക് അനുഭവിക്കും ചിലപ്പോൾ അല്ലേ? അങ്ങനെ പ്രയാസങ്ങൾക്ക് അനുഭവിക്കുന്ന സമയത്ത് ആ ഖബറിൽ രക്ഷയായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ മുൽക്ക് തബാറക്ക സൂറത്ത് എന്ത് ചെയ്യും, വരും. തദ്രീബ് തിലാവയിലെ 2ാമത്തെ പാഠമാണ് വഹദത്ത് സാനിയ. 2ാമത്തെ പാഠമാണ് ഹുറൂഫുൽ ജൗഫ്. ജൗഫ് പറഞ്ഞാൽ വായയുടെ ഉൾഭാഗമാണ് കേട്ടോ. ഉണ്ടോ? ഉൾഭാഗം. അതിന് മധ്യയായിട്ടുള്ള ഹർഫുകൾ എന്ന് പറയും. അതായത് നീട്ടാനുള്ള ഹർഫുകൾക്കാണ് എന്ത് പറയുക, ഹുറൂഫുൽ ജൗഫ് എന്ന് പറയുക. ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ. എല്ലാ അലിഫും വാവ് യാ അല്ല, നീട്ടാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള അലിഫ്, വാവ്, യാ. ഇപ്പോൾ ഉദാഹരണത്തിന് ഫത്തഹിനെ നീട്ടാനാണ് അലിഫ് വരിക. അതുപോലെ തന്നെ വമ്മിനെ നീട്ടാനാണ് വാവ് വരിക. കസ്റിനെ നീട്ടാനാണ് യാ വരിക. ഉദാഹരണം എന്താണ്? മാൽ എന്നുള്ള മീമിൻ്റെ ഫത്തഹിനെ നീട്ടാൻ എന്ത് ചെയ്തു, അലിഫ് വരുന്നു. അപ്പം എന്ത് ചെയ്യും, മാ എന്നുള്ളതിനെ മാ എന്ന് നീട്ടും. അതുപോലെ തന്നെ കൂലു എന്നുള്ളതിൻ്റെ കാഫിൻ്റെ വമ്മിനെ നീട്ടാനാണ് വാവ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ലാമിൻ്റെ വമ്മിനെ നീട്ടാനാണ് വാവ് ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന വാവ്. അതുപോലെ തന്നെ തൈല എന്നുള്ള കാഫിൻ്റെ കസ്റിനെ നീട്ടാനാണ് എന്ത് വരുന്നത്, യാ ഇവിടെ വരുന്നത്. ഇങ്ങനെ ഉള്ള അലിഫും വാവും യാവുമാണ് എന്ത്, ഹുറൂഫുൽ ജൗഫ് അഥവാ മധ്യയായിട്ടുള്ള നീട്ടാനുള്ള ഹർഫുകൾ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം. ഊഹയ എന്നുള്ളതിൻ്റെ ഹംസന്റെ ലമ്മിനെ നീട്ടാൻ എന്ത് വന്നു, വാവ് വന്നു. അപ്പോൾ ഈ വാവ് എന്താണ്, മധ്യയായിട്ടുള്ള ജൗഫിൻ്റെ അക്ഷരമാണ്. മധ്യയായിട്ടുള്ള വാവാണ്, ജൗഫിൻ്റെ വായുടെ ഉൾഭാഗത്ത് വരുന്ന അക്ഷരമാണ് എന്ത്, നീട്ടാനുള്ള വാവ് കേട്ടോ. അതുപോലെ തന്നെ യഹ്ദി എന്നുള്ളതിൻ്റെ ദാലിൻ്റെ കസറിനെ നീട്ടാൻ വന്നതാണ് എന്ത്, യാ എന്നുള്ള അക്ഷരം. നമ്മൾ നേരത്തെ പഠിച്ചത് വാവ് എന്നുള്ളത് ഷഫത്തൈൻ്റെ അക്ഷരമാണ് എന്ന് പഠിച്ചു അല്ലേ? ചുണ്ടിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ് വാവ് എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഈ വാവ് എന്താണ്, നീട്ടാമെന്ന വാവാണ്. മറ്റത് ഫത്തഹും കസറും ലൊമ്മൊക്കെ ഉള്ളതാണ്. ഓക്കെ, മറ്റത് ഫത്തഹും കസറും ലൊമ്മൊക്കെ ഉള്ള വാവാണ് ഏത്, ഷഫത്തൈൻ്റെ വാവ്. ഇവിടെ നീട്ടാമെന്ന
അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ആ എന്നൊക്കെ വരുന്ന അക്ഷരം ഉണ്ടല്ലോ, അതിനാണ് എന്താ പറയുക ജൗഫി ആയിട്ടുള്ള അക്ഷരം. യഹ്ദീ എന്നുള്ളതിൽ ദാലിൻ്റെ കസ്റിനെ നീട്ടാൻ വേണ്ടിയിട്ട് എന്ത് വന്നു? യാ വന്നു. ഇൻസാൻ സീനിൻ്റെ ഫതഹിനെ നീട്ടാൻ അലിഫ് വന്നു. യുഅ്മിനൂൻ നൂനിൻ്റെ വമ്മിനെ നീട്ടാൻ വേണ്ടിയിട്ട് വാവ് വന്നു. തുകദ്ദിബൂന്റെ ബാഇന്റെ വമ്മിനെ നീട്ടാൻ എന്ത് വന്നു? വാവ് വന്നു. സമീഅനാ നൂനിൻ്റെ ഫതഹിനെ നീട്ടാൻ വേണ്ടിയിട്ട് അലിഫ് വന്നു. ഇനി ഇവിടെ നോക്കൂ, ഏറ്റവും മനോഹരമായ ശബ്ദത്തിലും മനോഹരമായിട്ടുള്ള ശബ്ദത്തിലും നിയമങ്ങൾ പാലിച്ച് സാവധാനവും ഖുർആൻ പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഖുർആനത്തെ ഒരു ദുആ ഇതാ ഇവിടെ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഈ ദുആ കാണാതെ പഠിക്കണം. എന്താണ് ഈ ദുആന്റെ അർത്ഥം? ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ, കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അർത്ഥം കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ നീ എനിക്ക് നല്ലത് മാത്രം തരണമേ. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും നീ എന്ത് ചെയ്യണം? നല്ലത് മാത്രം തരണമേ. വഖിന അദാബന്നാർ, നരക ശിക്ഷകളിൽ നിന്നും എന്നെ നീ ഒഴിവാക്കണമേ എന്നതാണ് എന്ത് ഈ ഒരു ദുആഇന്റെ അർത്ഥം. അപ്പോൾ ഇതെന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഇത്രയുമാണ് രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ മൂന്നാമത്തെ പാഠം അൽ വഹ്ദത്തു സാലിസ. മൂന്നാമത്തെ പാഠം എന്താണ്? ഹുറൂഫുൽ ലിസാൻ. ലിസാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ വലിയ ചിത്രം ഉണ്ട് അല്ലേ? എന്താണ്? നാവ്. നാവിനാണ് എന്താ പറയുക? നാവ് ഇങ്ങനെ നീട്ടിയുണ്ടോ? എന്താണ്? നാവിൻ്റെ അക്ഷരങ്ങളാണ് എന്ത്? ഹുറൂഫുൽ ലിസാൻ. ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ്. ഓക്കെ, ഏതൊക്കെ അക്ഷരങ്ങളാണ് നോക്ക്? ഖാഫ്. ഖാഫ് എന്ന നാവ് എന്നല്ല വരുന്നത്? അതെ, നാവിൻ്റെ ഉള്ളിലുള്ള അറ്റത്തു നിന്നാണ് വരുന്നത് ഖാഫ് എന്നുള്ള അക്ഷരം. അത് കഴിഞ്ഞിട്ടാണ് കാഫ്. അതിന് തൊട്ടിപ്പുറത്ത് നിന്നാണ് എന്ത്? കാഫ്. ഈ ആരമാർക്ക് നോക്ക്, ഈ ആരമാർക്ക് ഉണ്ടോ? ഈ കാഫ് എന്നുള്ളത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്നാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷീൻ. ഷീൻ എവിടെ നിന്ന് വരുന്നത് നോക്ക്? നാവിൻ്റെ നടുഭാഗത്ത് നിന്നാണ് എന്ത് വരുന്നത്? സീന് വരുന്നത്. പിന്നെ ഏതാ വരുന്നത്? ദാല്. ദാല് എവിടെ നിന്ന് വരുന്നത്? ഇതാ നാവിൻ്റെ ഇങ്ങേ തലക്കത്തിലുള്ള ഈ ഒരറ്റത്ത് നിന്നാണ് എന്ത് വരുന്നത്? ദാല് എന്നുള്ള അക്ഷരം വരുന്നത്. നൂനോ? നൂനും ഈ ഒരറ്റത്ത് നിന്നാണ് എന്ത് വരുന്നത്? നൂന് വരുന്നത്. പിന്നെ താവും അറ്റത്ത് നിന്നാണ് വരുന്നത്. ലാമും അറ്റത്ത് നിന്ന് തന്നെ വരുന്നത്. അതുപോലെ തന്നെ സായ് ഈ തലക്കൽ ഏറ്റവും അറ്റത്ത് നിന്ന് ഈ കൂർപ്പെന്നല്ലേ, നമ്മുടെ നാവിൻ്റെ കൂർപ്പമെന്നാണ് എന്ത് വരുന്നത്? സായും സീനും വരുന്നത്. രണ്ടും ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും അക്ഷരങ്ങൾ നാവിൻ്റെ അക്ഷരങ്ങളാണ്. ഇത് മാത്രമല്ല, ഇനിയും അക്ഷരങ്ങളുണ്ട്, കുറച്ചും കൂടി ഇത്രയും തന്നെ അക്ഷരങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് എന്താണ്? ഷദീദിൽ ഏതാണ് നാവിൻ്റെ അക്ഷരം? ഷീനുണ്ട് അല്ലേ. സാദിസുഹും സീനുണ്ട്. ഹുദൂദ് ദാലുണ്ട്. തുഅലൂൻ താ ഉണ്ട്. ലകാദിബൂൻ കാഫ് ഉണ്ട്. അൽ ഖുദ്ദൂസ് ഖാഫ് ഉണ്ട് അല്ലേ. പിന്നെ ഇവിടെ പഠിക്കാനുള്ളത് എന്താണ്? അല്ലാഹു, റസൂല്, ഉപ്പ, ഉമ്മ, ഉസ്താദുമാർ, ഇവരെ നാം എപ്പോഴും ഇഷ്ടപ്പെടണം. ഉപ്പാനോട് വെറുപ്പുണ്ടാകാൻ പറ്റുമോ? റസൂലിനോട് വെറുപ്പുണ്ടാകാൻ പറ്റുമോ? അള്ളാഹിനോട് വെറുപ്പുണ്ടാകാൻ പറ്റുമോ? ഉമ്മനോട് വെറുപ്പുണ്ടാകാൻ പറ്റുമോ? ഉസ്താദുമാരോടും വെറുപ്പുണ്ടാകാൻ പറ്റുമോ? പറ്റൂല. അവരോടൊക്കെ ഇഷ്ടമാണ് വേണ്ടത് അല്ലേ, ഒരിക്കലും വെറുക്കാൻ പാടില്ല. ഇവിടെയുള്ള ദുആ നോക്ക്, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഖുർആനത്തെ ദുആ കേട്ടോ. വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഒറ്റ ദുആയിട്ട് ദ്വാരിക്കുന്ന ദുആണത്. എന്താണ് അർത്ഥം? എന്താ? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നൊക്കെ നീ സ്വീകരിക്കണമേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും നീ സ്വീകരിക്കണമേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നതിന് അറിയുന്നതിനൊക്കെയാണല്ലോ, എല്ലാം കേൾക്കല്ലോ, ഒക്കെ ഈ സ്വീകരിക്കണം കേട്ടോ. അതുപോലെ തന്നെ വതുബ് അലൈനാ, ഞങ്ങൾക്ക് നീ തൗബ പശ്ചാത്താപം അല്ലേ പൊറുക്കൽ തരണമേ. ഇന്നക അൻതത് തവ്വാബുർ റഹീം, ഈ നല്ലോണം പൊറുക്കുന്നവനാണ് അല്ലേ, ഈ നല്ലോണം പൊറുക്കുന്ന ആളാണ് അല്ലാഹ്. ഈ എന്ത് ചെയ്യണം? പുറത്ത് തരണം. അതുപോലെ റഹീം, നല്ലോണം കരുണ ചെയ്യുന്ന ആളാണ്. ഈ കരുണ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? പുറത്ത് തരണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇനി നാലാമത്തെ നോക്ക്. നാലാമത്തെ അൽ വഹ്ദത്തുർ റാബിയ. വഹ്ദത്തുർ റാബിയ എന്നുള്ള പാഠത്തിൽ ഹുറൂഫുൽ ലിസാൻ തന്നെയാണ് വരുന്നത്. നേരത്തെ നമ്മൾ ഒന്ന് ഇനി കണ്ടല്ലേ, ഹുറൂഫുൽ ലിസാൻ രണ്ടാം ഭാഗമാണ് അത്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടുണ്ട്. ഹുറൂഫുൽ ലിസാൻ ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ നോക്ക് ഏതൊക്കെയാണ് ബാക്കിയുള്ള നാവിൻ്റെ അക്ഷരങ്ങൾ നോക്ക്. യാ ഉണ്ട്, യാ ഇല്ലേ. യാ ഇവിടെ നോക്ക് നാവിൻ്റെ നടുഭാഗത്തുനിന്ന് അല്ലേ. അവിടുന്ന് വേറെ ഏതോ അക്ഷരം നമ്മൾ മുമ്പത്തെ പാഠത്തിൽ നിന്ന് പഠിച്ചില്ലേ, ഏതാണ്? ഷീൻ. അതേപോലെ തന്നെ അതേ സ്ഥലത്ത് തന്നെയാണ് ജീം വരുന്നത്. ജീം. അപ്പോൾ നമ്മൾ മുമ്പ് വേറൊരു പാഠത്ത് പഠിച്ചില്ലേ, ഏതാണ്? ഹുറൂഫുൽ ലിസാന്, ഹുറൂഫുൽ ജൗഫ് അല്ലേ. ഹുറൂഫുൽ ജൗഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏത് ആണ്? അത് നീട്ടാനുള്ള ആണ്. അത് യു എന്നുള്ള ഫതഹോ കസറോ വമ്മ വരുന്ന അല്ല, നീട്ടാനുള്ള എന്ന് നീട്ടാനുള്ള എന്താ പറയുക? ജൗഫിൻ്റെ അക്ഷരത്തിലുള്ള വരുന്നത്. ഹുറൂഫുൽ ലിസാനിലോ വേറെ തന്നെ അക്ഷരമാണ്. പിന്നെ ജീം, ഇതൊക്കെ വെറുതെ വരുന്നുണ്ടോ? ഒരു അരമാർക്ക് നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ദാലാണ് കേട്ടോ. നാവിൻ്റെ
അറ്റം എവിടെ തട്ടിക്കുക, പല്ലിൻ്റെ ഈ തൽക്കൽ ഇപ്പുറത്ത് കൊണ്ട് തട്ടിക്കുക. അപ്പോഴാണ് ദാല് വരിക. സായ ഒന്നായി പോയത് കേട്ടോ. അത് തന്നെ സാ ലാ സ്വാദ് റാ ലാദ് ഇത്രയും കാര്യങ്ങളാണ് എന്ത്, ഇത്രയും അക്ഷരങ്ങളാണ് നാവിൻ്റെ അക്ഷരം. അപ്പോൾ ഈ അക്ഷരങ്ങളും മുമ്പത്തെ അക്ഷരങ്ങളും കൂട്ടിയിട്ടാണ് എന്ത് നാവിൻ്റെ അക്ഷരങ്ങൾ വരുന്നത്. നമുക്ക് ഉദാഹരണങ്ങൾ കദ്ദബൂ ബഅസ ലെ കദ്ദബൂ ലിദാലി ബഅസ സാ അസ്വാജ ജീം അസാബ സ്വാദ് യളഅന ലാദ് ഫതുബിഅ താ ലെ ഇതൊക്കെ എവിടെ വരുന്നത് നാവിൻ്റെ അക്ഷരങ്ങൾ. തെറ്റുകൾ സംഭവിച്ചാൽ ക്ഷമ ചോദിക്കുന്നതും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതും സൽഗുണമാണ്. തെറ്റുകൾ നമ്മൾ സംഭവിച്ചു പോലെ നമ്മൾ മനുഷ്യന്മാരല്ലേ, തെറ്റുകളൊക്കെ സംഭവിച്ചു അല്ലേ. ആ തെറ്റുകൾ സംഭവിച്ചു പോയാൽ ക്ഷമ ചോദിക്കുക. അത് അള്ളാഹിനോടാണ്. അള്ളാഹിനോട് ബാക്കിയുള്ളവരോടൊക്കെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാൽ വിഷമിപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ക്ഷമ ചോദിക്കുക. സോറി ഇട്ടോ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ക്ഷമിച്ച് തരണം, പുറത്ത് തരണം എന്നൊക്കെ പറയണം കേട്ടോ. അത് പറയുന്നത് എന്താണ്, സൽക്കർമ്മമാണ്, സൽഗുണമാണ് അല്ലേ, നല്ല കാര്യമാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. അതിന് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക. നമ്മൾ ആരെങ്കിലും വിഷമിപ്പിച്ച് ഓരോ വന്നിട്ട് സോറി പറയുമ്പോൾ ഞാൻ പൊരുത്തപ്പെട്ടില്ല എന്ന് പറയാതെ അവരെന്താ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നതും സൽഗുണമാണ്. ഇവിടെ നമ്മൾക്കൊരു ഖുർആനത്തെ ദുആ പഠിക്കാനുണ്ട്. എന്താണ്, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂട്ടം ഞങ്ങൾ നീ ചേർക്കണമേ എന്നുള്ള ദുആണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്തവണത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് ദുആകളൊക്കെ പഠിച്ചു അല്ലേ. ഏതൊക്കെ പഠിച്ചു? ഒന്നാമത്തെ പാഠത്തിൽ ദുആ ഏതാ നോക്കാം. ഒന്നാമത്തെ പാഠത്തിലത്തെ ദുആ ആണ്, അറിയാലോ. ഏതാ തുടക്കം? എന്താ? റബ്ബി സിദിനി ഇൽമാ, റബ്ബി സിദിനി ഇൽമാ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ പാഠത്തിലുള്ള ദുആണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. മൂന്നാമത്തെ പാഠത്തിലെ ദുആണ് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. നാലാമത്തെ പാഠത്തിലെ ദുആണ് തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. അപ്പോൾ ഇത്രയും ദുആകൾ, 4 ദുആകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന, എല്ലാ ദുആകളിലും ഉസ്താദന്മാരൊക്കെ ദ്വാരിക്കുന്ന, നമ്മളെപ്പോഴും കേൾക്കുന്ന, പ്രത്യേകിച്ച് ജമാഅത്തിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നാവിൻ്റെ അക്ഷരങ്ങൾക്കാണ് എന്താ പറയുക, ഹുറൂഫ് ഷഫത്തൈൻ. ഷഫത്തൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ചുണ്ടുകൾ എന്നാണ്. 2 ചുണ്ടുകൾ. അതിൻ്റെ അക്ഷരങ്ങൾ എത്ര എണ്ണാണ്? 4 എണ്ണാണ്. വാവ്, ഫാ, ബാ, മീം. രണ്ടാമത്തെ പാഠത്തിൽ ഹുറൂഫുൽ ജൗഫാണ് പഠിച്ചത്. എന്താണ് ഹുറൂഫുൽ ജൗഫ് പറഞ്ഞാൽ? വായുടെ ഉൾഭാഗം. വായുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നീട്ടാൻ വരുന്നതായിട്ടുള്ള അക്ഷരങ്ങൾ, എവിടെയും തട്ടാതെ വരുന്നതാണ് നീട്ടാനുള്ളതായിട്ടുള്ള അലിഫ്, വാവ്, യാ അല്ലേ. ഫതഹിനെ നീട്ടാൻ അലിഫ്, ലമ്മിനെ നീട്ടാൻ വാവ്, കസ്റിനെ നീട്ടാൻ യാ. പിന്നെ 4ാമത്തെ പാഠത്തിലും 5ാമത്തെ പാഠത്തിലും നമ്മൾ പഠിച്ചത് എന്താണ്? ലിസാൻ്റെ, അതായത് നാവിൻ്റെ അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞ് നോക്കിയാൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു തദ്രീബ് തിലാവയിൽ പഠിക്കേണ്ടത്. സുഖമാണ്, നമ്മൾ ഖുർആൻ്റെ കൂടെ തന്നെയുള്ള വിഷയമാണ്. സുഖമായിട്ട് എഴുതി നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.